എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം കർണാടകയിലെ മലനാട് ഏരിയയിലെ കേരിക്കട്ട് ഗ്രാമത്തിലാണ്. കേരിക്കട്ടെ കേരിക്കട്ടെ പോസ്റ്റ് ഓഫീസായി കാണുന്നത്. നല്ല മഴയും നല്ല കാറ്റും നല്ല തണുപ്പും നല്ല വൈബും. അതെ, നല്ല അടിപൊളി വെതറാണ് ഇവിടെ ഇപ്പം. അപ്പൊ പുത്തൻ ട്രാവൽ വ്ലോഗിന്റെ ശൃംഗേരി വഴി ആകുമ്പയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളു ആകുമ്പ വരെ. ആകുമ്പക്ക് എത്ര ഉള്ളു? ശൃംഗേരി 20 കിലോമീറ്റർ എന്തോ. ആ 20 കിലോമീറ്റർ മിക്കവാറും കയറ്റമായിരിക്കും. അതെ ഇപ്പൊ ഉണ്ടല്ലോ നമ്മള് കുതിരമുക്കിന്നല്ലേ വന്നേ. കുതിരമുക്കിൽ ഒരു 6000 അടി മിച്ച ഉയരം ഉണ്ടായിരുന്നു. 200 അടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറഞ്ഞു വരും. ഈ ശൃംഗേരി ഏതാണ്ട് 2300 അത്രയും കണ്ട് ഫീറ്റിലാണ് നിക്കുന്നത്. അപ്പൊ അതിലും ഹൈറ്റിലാണ് ആകുമ്പോ ഉള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ 6000 അടിയല്ലേ മുകളില്? ഇപ്പോഴല്ല, അവിടെ കുതിരമുക്കില്ലേ. അതില് കേട്ടോന്നല്ലേ ഇനി അങ്ങോട്ട്? അല്ല, അവിടുന്ന് കൊറേ ഇറക്കം ഇറങ്ങി വന്നില്ലേ നമ്മള്? കൊറേ ഇറക്കമല്ലേ ഇറങ്ങി വന്നത്. അപ്പൊ താഴേക്ക് വന്നില്ലേ? മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അല്ല, നമ്മള് കുതിരമുക്ക് ഹൈറ്റിലായിരുന്നു. അവിടുന്ന് കൊറേ ഇറക്കം ഇറങ്ങി വന്നപ്പോ താഴേക്ക് വന്നില്ലേ? ഇനി ഇവിടുന്ന് ഇനിയും കയറ്റം കയറണമെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ താഴെ ഇറങ്ങിയത് ഓർത്തില്ല. ഞാൻ ഓർത്ത് ഇനിയും കയറ്റുവാണെങ്കിൽ പിന്നെ 6000 അടിക്ക് മുകളിൽ പോലെ. പിന്നെ ന്യായമായ സംശയം. സമുദ്രനിരപ്പിൽ നിന്നും ശൃംഗേരി 2200 അടി ഉയരത്തിലാണുള്ളത്. അപ്പം അവിടുന്ന് പിന്നെ 2700 അടിയാണ് ആകുമ്പയുടെ ഹൈറ്റ്. അപ്പൊ നമ്മള് പിന്നെ ഒരു 500 ഫീറ്റും കൂടെ കേറും. പിന്നെ 500 ഫീറ്റേ കേറുന്നുള്ളൂ. അത്ര ഹൈറ്റേ ഉള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, കുതിരമുക്കില് സ്റ്റേ ചെയ്യാറുണ്ട്. അതായിരുന്നു ഏറ്റവും നല്ലത്. കുതിരമുക്കായിരുന്നു നല്ല ഹൈറ്റില്ല അല്ലേ? കുതിരമുക്ക് 6200 അല്ലായിരുന്നോ? അപ്പോഴേ ഈ കുതിരമുക്കി ചെന്നപ്പോഴേ 6200 അടി ഉയരത്തിലായിരുന്നു. അന്നേരം നമുക്ക് റേഞ്ച് ഇല്ല. അപ്പൊ ഈ 2200 അടി ചെല്ലുമ്പോ നമുക്ക് റേഞ്ച് കാണും. നമുക്ക് റേഞ്ച് ഉണ്ടോന്ന് അറിയത്തില്ല. അവിടെ ടവർ ഉണ്ടെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവും ചിലപ്പോ. അതെ ചോദിച്ചേ. നമ്മുടെ റേഞ്ച് പോയോ? നമ്മുടെ റേഞ്ച് പോയി. അതെനിക്ക് തോന്നി. അതെ, കുതിരമുക്കല്ല, കുതിരമുക്ക്. മുക്ക്. അതെ, പറഞ്ഞ മുക്കായി പോയി. നമ്മുടെ കർണാടകയിലെ വെസ്റ്റേൺ ഗാർഡ്സിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ഇത്രയും ദിവസം ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്റ്റിലൂടെ വന്നിരുന്നത്. അപ്പൊ ഇന്ന് നമ്മള് ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്ട് കഴിഞ്ഞ് ശിവമോഗ ഡിസ്ട്രിക്റ്റിലേക്ക് കയറും. അല്ല, കുറച്ച് കുടക് ഡിസ്ട്രിക്റ്റിൽ കൂടെ ഒരുപാട് യാത്ര ചെയ്തല്ലോ. കൊടകാണല്ലോ നമ്മൾ ആദ്യം കേറിയത്. ഡീസൽ പിന്നുണ്ട്, പക്ഷെ പെട്രോൾ അടിക്കണം. കണ്ടോ ഉത്തരവാദിത്തം കണ്ടോ കോ ഡ്രൈവറുടെ? അതെ, ഞാൻ എന്റെ ശിഷ്യല്ലേ, നന്നാ ഇങ്ങനെ വരുള്ളൂ. എങ്ങനെ മോശമാവും? അതെ അതെ, കാല് പിടിച്ച. ഇപ്പൊ ഹാൻഡ് ബൈക്കിലാണ് കാലൊന്ന് വലിച്ചു പഠിച്ചേക്കല്ലോ കേട്ടോ. എവിടെയല്ലേ വണ്ടി ഒന്ന് ഒതുക്കി കൊടുക്കണം. കുറച്ചു പേര് പുറകെ ഉണ്ട്. ജാഥ നയിച്ചോണ്ട് പോവാണോ? ഒരാളെ കയറ്റി വിട്ടേക്കാം. അതെ, ഒരാളെന്നാണോ? ഞാൻ ഒരു ആനയെന്നാ കേട്ടത്. അല്ല, കുറച്ചു പേരുണ്ട് പുറയിലുള്ളവരെയൊക്കെ കയറ്റി വിട്. നമ്മളിപ്പോ വനത്തിൽ കൂടെ ആണല്ലോ പോന്നെ കുറെ നേരമായിട്ട്. നമ്മൾ ആദ്യം വന്നു കയറിയത് കുതിരമുക്ക് നാഷണൽ പാർക്കിലൂടെയാ. അപ്പൊ അത് തന്നെ ആയിരിക്കും മിക്കവാറും ഇത്. അത് തന്നെ ആയിരിക്കും. വേറെ അധികം ഒന്നുമില്ല. കുതിരമുക്ക് റേഞ്ചും കുതിരമുക്ക് നാഷണൽ പാർക്കൊക്കെയാ ഇവിടെ മെയിൻ ആയിട്ട്. കർണാടകയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് കുതിരമുക്ക് പീക്ക്. അതെ, ബസ് വരുന്നു. ഇവിടെ ഒതുക്കി കൊടുത്തു. വിശാൽ ശൃംഗേരി കാർക്കല മംഗ്ലൂർ. എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നോണ്ട് കുഴപ്പമില്ല. കൊറേ പേര് പുറയിലുണ്ട്. ഇനിയുണ്ടോ? ഇനി ഇല്ലില്ല. വനത്തിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയെന്ന് പറയാൻ പറ്റിയല്ല. കുറച്ച് കഴിയുമ്പോ വീണ്ടും വനമായിരിക്കും. ഇവിടെ എല്ലാം കാപ്പി, കമുക്, കൊടി. അംഗൻവാടിയാ. ഇതന്നെ അംഗൻവാടിയാ. ഇറക്കോട്. അത് പിന്നെ വലിയ വെയിറ്റ് ഉള്ള റോഡൊന്നും അല്ലല്ല, അവിടെ സ്ഥലമുണ്ട്. ഏതിന്? അത് കണ്ടെയ്നർ അല്ലേ? അത് 10 ടൺ വണ്ടിയാ. 6 വീൽ വണ്ടിയല്ലേ? അതും 10 ടണ്ണൊന്നും കാണുകയില്ല. അതിലുള്ള ഈ ലൈറ്റ് വെയിറ്റ് സാധനങ്ങളാണ് അങ്ങനെയുള്ള കണ്ടെയ്നറിൽ കൂടുതലും കയറ്റുന്നത് ഈ 32 ഫീറ്റില്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതുകൊണ്ടിപ്പം ടാറിങ്ങെന്നും ഇറക്കിയെന്നും പറഞ്ഞൊന്നും താഴാൻ സാധ്യത കുറവാണ്. വെയിറ്റ് കുറവാണ്. NH 169. ഇത് നാഷണൽ ഹൈവേ ആണോ? നാഷണൽ ഹൈവേ ചിലപ്പോ ഇത് പഴയ നമ്പർ ആയിരിക്കും, മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. കുതിരമുക്ക് നാഷണൽ പാർക്ക് ഫോറസ്റ്റ് ചെക്കിംഗ് ഗേറ്റ് ഹെഡ്. പാസ് ഇവിടെ കൊടുക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്. പാസ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അവിടോട്ട് ഒതുക്കി ഇടാൻ പറഞ്ഞു.
ഈ പാസ് അല്ല, വേറെ പാസ്സാ. ആ ഇവിടുന്ന് വേറെ പാസ് എടുക്കുക. പാസ് എടുക്കണോ? ആ അപ്പോൾ എടുത്തോണ്ട് വരെ. ഇതവിടെ കൊടുക്കണമായിരിക്കും. അവിടെ പാസ് സബ്മിറ്റ് ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? ആ ഇവിടുന്ന് പാസ് എടുക്കണമെന്നാ പുള്ളി പറഞ്ഞാ. ചോദിച്ചു നോക്കാൻ. അപ്പൊ നമ്മള് കുദ്രമുഖ് നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങി. പക്ഷെ നേരത്തെ വരേണ്ടതായിരുന്നു. 1.5 മണിക്കൂർ ടൈം ലിമിറ്റ് അല്ല അവിടെ ആയിരുന്നു. അതെ, ചെക്ക് പോസ്റ്റ് പോയ ആള് ശരിയല്ല, കറക്റ്റ് ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വരണ്ടായിരുന്നു. അതെന്നെ പറഞ്ഞേ. ആണോ? പാസയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. വേറെ കാര്യമുണ്ട്, അവിടെ നിന്നയാളെ കണ്ടപ്പോഴേ മനസ്സിലായി സച്ചു ശാലം താമസിക്കുന്നു. പുള്ളി അന്നേരം കറക്റ്റ് ആയിട്ട് 2 വണ്ടി ഒന്നിച്ചാ വന്നതെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട്. മുമ്പിൽ നമ്മൾ നിർത്തിയില്ലേ ഫുഡ് കഴിക്കാനായിട്ട്, ഇവര് കണ്ടു വണ്ടി നിർത്തിയേക്കുന്നത്, വിളിച്ചു പറഞ്ഞൂടാ. അപ്പൊ ഞാൻ നിർത്തിയപ്പോ ഒരുമിച്ചല്ലേ വന്നേന്ന് ചോദിച്ചു, ഈ വണ്ടിയുടെ കൂടെ അല്ലേ ചോദിച്ചു. ലേറ്റ് ആയ ഒരാൾക്ക് 200 രൂപ ഫൈൻ പെർ ഹെഡ്. മണിക്കൂറിനാ? 200 രൂപ. ഇപ്പൊ ആദ്യം ആയതുകൊണ്ട് നമ്മളെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. അതെ, അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞു സോറി സാർ, നെക്സ്റ്റ് ടൈം കറക്റ്റ് ടൈം. എന്ന് പറഞ്ഞ് തടി ഊരി. പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇവര് സ്ലിപ്പിൽ എഴുതി തന്നതിൽ ഇംഗ്ലീഷിൽ എഴുതിയതിൽ ഫൈനിന്റെ കാര്യമോ ടൈമിന്റെ കാര്യമോ പറയുന്നില്ല. അത് കന്നഡയിലാണ് താഴെ എഴുതി വെച്ചേക്കുന്ന ഫൈനിന്റെ കാര്യം. അത് നമുക്ക് എങ്ങനെ മനസ്സിലാകാനാ? അതൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഓക്കെ എന്നാ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ വണ്ടി എടുക്ക്, ഞാൻ എടുത്തോളാം. അതിൽ അടുത്ത സൈഡിൽ കൂടെ കയറിയോ? ഇങ്ങോട്ടാക്കിയാലും വഴി നല്ല കേട്ടോ. ആ മനത്തിനകത്ത് വഴി വീതി കൂട്ടി പണിയുന്നതിന് എന്തെങ്കിലും തടസ്സം കാണും. അതുകൊണ്ടാണ് അവിടെ വഴി മോശമായിട്ട് കിടക്കുന്നത്, വീതി ഇല്ലാതെ. അതെ. ശൃംഗേരി 12 കിലോമീറ്റർ, ചിക്കമംഗളൂരു 98, ശിവമോഗ 113 കിലോമീറ്റർ, തീർത്ഥഹള്ളി 58 കിലോമീറ്റർ. തുംഗാനദി ഒഴുകുന്നത് തുംഗാനദിയുടെ തീരത്താണ് ശൃംഗേരി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറെ നേരമായിട്ട് തുംഗാനദിയുടെ തീരത്തോടെ തന്നെ വന്നുകൊണ്ടിരുന്നത്. തുംഗേ നമ്മൾ പറഞ്ഞ പോലെ ഗംഗാമൂലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, കുദ്രമുഖ് റേഞ്ച്. അത് തുംഗാനദി മാത്രമല്ലോ, തുംഗ, ഭദ്ര, നേത്രാവതി 3 നദികളാണ് അവിടുന്ന് ഉത്ഭവിക്കുന്നത്. ഈ നമ്മള് ഇത്തിരി വന്നപ്പോ വരാഹപർവ്വം എന്നവിടെ ഉദ്ദേശിച്ചത് അത് ഗംഗാമൂലയില് തന്നെ സ്ഥലവും. വീണ്ടും കനത്ത മഴ. ഇവിടൊക്കെ മല ഇടിയുന്ന കേട്ടോ. പുതിയതായിട്ട് റോഡ് പണിതപ്പോ കട്ട് ചെയ്ത് മണ്ണെല്ലാം വീണ്ടും ഇടിഞ്ഞു പോരുക. ആശാൻ ഓടിക്കാൻ കയറിയപ്പോ നല്ല വഴിയാണല്ലോ, നല്ല വീതിയുള്ള വഴി. ശരിയാ, നമ്മൾ ഇത്ര നേരം കുഞ്ഞു വഴി കൂടെ വന്നത്. വളവും തിരിവും മോശം വഴിയൊക്കെ ആയിരുന്നു. അതിനാ പറയുന്നതിനൊക്കെ ഒരു യോഗം വേണം നല്ല വഴിയിൽ ഓടിക്കാനേ. ഓഹോ, പഴയ ഒരു സ്കൂള്, ഇത് അംഗൻവാടിയാ. വെൽക്കം ടു ശ്രീ ക്ഷേത്ര ശൃംഗേരി, NH 169. ഈ NH 169 മലനാടിനെയും തീരദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേയാണ്. ഏകദേശം 400 കിലോമീറ്റർ നീളമുണ്ട് ഈ ഹൈവേക്ക്. അതായത് തീരദേശ ടൗണായ മംഗലാപുരത്തിനെയും മലനാടിലെ ടൗണായ ഷിമോഗയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേയാണ്. സിരിമാനെ ഫാൾസ് 13 കിലോമീറ്റർ. വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിക്കമംഗളൂരു 88 കിലോമീറ്റർ, ബാംഗ്ലൂർ 319, ഷിമോഗ 103, ശൃംഗേരി 2 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ശൃംഗേരി ടെമ്പിൾ റൈറ്റിലേക്ക്. അല്ലേ, നമ്മള് ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് പോവാ അല്ലേ? അതെ, ശൃംഗേരി ബസ് സ്റ്റാൻഡ് ആയിരുന്നു. അപ്പൊ നമ്മള് ശ്രീ ശാരദാ പീഠത്തിലേക്കാണ് പോകുന്നത്, ശങ്കരാചാര്യരുടെ. പണ്ട് ഒരു 8th സെഞ്ചുറിയില് ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ചാണ് ഈ ശാരദാപീഠം. ശങ്കരാചാര്യസ്വാമികള് പണ്ട് ഇതുവഴി വന്നപ്പം ഒരു കിങ് കോബ്രയില്ലേ, പാമ്പ് പത്തി വിടർത്തി ഒരു തവളേനെ നല്ല വെയിലിൽ നിന്നും രക്ഷിക്കുന്നത് കണ്ടു. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം 2 ജീവികൾ തമ്മിലുള്ള ആ ഒരു ഹാർമണിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഒരു ഇതായിട്ട് അങ്ങനെ കണ്ടാണ് ഇവിടെ മഠം സ്ഥാപിക്കുന്നത്. നല്ല കളർഫുള്ളാ. വർക്ക് എന്നാ വർക്കാന്നുണ്ടല്ലേ. ശ്രീ ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യ മഹാസംസ്ഥാനം ദക്ഷിണാമ്യായ ശ്രീ ശാരദാപീഠം ശൃംഗേരി. നമ്മളിത് തീർത്ഥാടനം അല്ലാത്തോണ്ടേ, അതെ, തീർത്ഥാടന യാത്രക്കുള്ള ആൾക്കാരെ കൊണ്ടുവന്നില്ല എന്നുള്ളത് തന്നെയല്ല, നമ്മൾ ആ ഒരു തയ്യാറെടുപ്പിലല്ല വന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊന്നും കേറാൻ പറ്റുകയില്ല. പിന്നെ ഈ ശൃംഗേരി വഴി വരുമ്പം ശാരദാപീഠം ഒന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ വൻ നഷ്ടമാണത്. പ്രത്യേകിച്ച് സൂര്യൊക്കെ ഇനി പിന്നെ എപ്പോഴും വരുന്നില്ലല്ലോ ഇല്ല അല്ലേ?
അതുകൊണ്ടുകൂടെയാണ് ഇതിലേ കയറിയത്. അതെ, ഇപ്പൊ തന്നെ ജാമ്യത്തിലാ വന്നത് ഡാമിനെ പറ്റിച്ചിട്ട്. തുങ്കാ നദിയാ ഇതിലെ ഒഴുകുന്നത്. ഇതുകൊണ്ട് അടിപൊളി ഒരു തൂക്കുപാലം ഉണ്ട്, പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഒരു തൂക്കുപാലം ഇത്. തുങ്കാ നദിയുടെ തീരത്താണ് ഈ ശൃംഗേരി മഠം സ്ഥിതി ചെയ്യുന്നത്. തുങ്കാ നദി ഇതേ കലങ്ങി മറിഞ്ഞൊഴുകുക. ഇവിടെ എല്ലാം നല്ല മഴയായിരുന്നു, അതുകൊണ്ടോ എന്നാ കലക്കലാന്ന് നോക്കിയാൽ വെള്ളം. എൻ്റെ തീരത്ത് തന്നെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തേക്കുന്നത്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, പാർക്ക് ചെയ്യാൻ നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇനി നമ്മൾ നേരെ ആകുമ്പയിലേക്ക് പോയേക്കാം. ശൃംഗേരിയിൽ പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ കാരണന്മാരെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് വരാം. പണ്ട് ഇവിടെ പോയ പോലെ, എവിടെ അയോധ്യയില് കുംഭമേളയ്ക്ക് പോയ പോലെ. ആകുമ്പോ ലെഫ്റ്റ് 26 കിലോമീറ്ററേ ഉള്ളൂ ആകുമ്പോക്ക്. തീർത്ഥഹള്ളി 46 കിലോമീറ്റർ. തീർത്ഥഹള്ളി 46, മണിപ്പാൽ, ഉടുപ്പി എല്ലാം ലെഫ്റ്റാ. കൊല്ലൂര്, ഷിമോഗ നേരെ പോകും കേട്ടോ. ഷിമോഗ നേരെയാവും. ഈ ആകുമ്പോ ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണല്ലോ. അതെ, ഓ ഡിസ്ട്രിക്ട് ആണെങ്കിലും വലുതായിരിക്കുമല്ലോ. വലിയ ഡിസ്ട്രിക്റ്റുകളെല്ലാം വലുതാ. നമ്മള് ശൃംഗേരി നദിക്ക് ഇങ്ങനെ വന്നു പോലുമില്ല, പെട്ടെന്ന് റേഞ്ച് പോയി. 2 കിലോമീറ്റർ വന്ന് കാണുകയുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ടൗണിൽ മാത്രമേ റേഞ്ച് ഉള്ളൂ. ബാക്കി ഇനിയിപ്പോ അടുത്ത ടൗൺ എത്തണം. കൈമണി ലെഫ്റ്റ് പോയാ ദരൈക്കൊപ്പ. ഇന്നലെ രാത്രി വൈകുന്നേരം തൊട്ട് മഴ തുടങ്ങിയതാ. ഇന്നും ഫുള്ള് മഴയാ. ആ മഴയില്ലെന്നുള്ള പരാതി അങ്ങ് മാറി കിട്ടിയില്ല. അത് മാറി. ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് ശക്തമായ മഴ തുടങ്ങിയത്. ഇന്ന് അതിലും ശക്തമായിരുന്നല്ലോ. ഹൊലേക്കൊപ്പ ആകുമ്പോ 20 കിലോമീറ്റർ. കൊടകില് മഴ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പോന്നത്, പക്ഷെ അത് കിട്ടിയില്ല. അവിടെയും കൂടെ മഴ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഫുള്ള് മഴയത്തായിരുന്നു. ഇപ്പൊ ചിലപ്പോ മഴ പെയ്ത് കാണും. അതെ, ആകുമ്പോ നമ്മൾ വരുമ്പോഴത്തേക്ക് മഴ പെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഉറപ്പായിരുന്നോ? ഉറപ്പായിരുന്നു. കാരണം ഞാൻ ഒരാഴ്ചത്തേക്കുള്ള വെതർ അപ്ഡേറ്റ് നോക്കിട്ടോ. ആകുമ്പേല് മഴ ഉണ്ടെങ്കിലേ പോയിട്ട് കാര്യമുള്ളൂ. മഴയത്താണ് ഒരു ഭംഗി. ഞങ്ങള് പണ്ട് ആകുമ്പോഴേക്ക് ഒന്ന് വന്നാ ഒത്തിരി വർഷം മുന്നേ. അത് കറക്റ്റ് ഉണ്ണിയോടും കൂടെ ചോദിക്കണം എന്നാ വന്നേന്ന്. ഉണ്ണിക്ക് കറക്റ്റ് അറിയാം. ഇവിടെ ഈ വീടുകളെല്ലാം ഏകദേശം ഒരേപോലെ അല്ലേ? ശരിയാ. നല്ല അടിപൊളി കല്ല്, വേലിക്കല്ല. വേലിക്ക് മാത്രമല്ല, അത് തൂണായിട്ടൊക്കെ ഉപയോഗിക്കും. ഇതുണ്ടോ അതെ, അവിടെയൊക്കെ കല്ലിന്റെ തൂണുണ്ട്. പഴയ ഒരു വീടാ, പഴയ ഒരു തറവാടാന്ന് തോന്നുന്നു. പാടം നമ്മള് വളരെ കുറച്ചല്ലേ ഈ തവണ കണ്ടിട്ടുള്ളേ? കുറച്ചേ കണ്ടുള്ളൂ. ഇടയ്ക്കൊക്കെ ഉണ്ട്, എന്നാലും കുറവായിരുന്നു. ഇവിടെ എല്ലാം വിത്ത് വിതച്ചേക്കായിരിക്കും. നെല്ല് മലനാട്ടിൽ കൂടെ അല്ലേ പോന്നേ? അതെ, നെല്ലായിരിക്കും. പക്ഷെ അതെ നെല്ല. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സൊക്കെ നല്ല കാണാനല്ലേ? നല്ല ഊര്. ഇവിടെ നല്ല വലിയൊരു ആമ്പൽക്കുളം. പൂവൊന്നും ഇല്ലല്ലേ? ഇല്ല. അതെ, ഇന്നെന്താ പ്ലാൻ? ഇന്ന് നേരെ നമ്മള് ആകുമ്പോ പോന്നു. അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു. രാവിലെ അവിടെ തിരിച്ചു പോരുന്നു. ഈ റൂട്ട് വരണോന്ന് ചോദിച്ചാൽ ഈ റൂട്ട് വരണോ? ഈ റൂട്ട് വരാതെ അങ്ങോട്ട് പോവാം. ഉടുപ്പി ഇറങ്ങാം. പിന്നെ എങ്ങനാന്ന് പറഞ്ഞു? വേറെ എന്തെങ്കിലും ഉണ്ടോ തീരുമാനം? ഞങ്ങൾക്ക് എന്താ തീരുമാനം? ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് കൂടി ഇരിക്കുന്നു, ടൂർ ഓപ്പറേറ്റർ കൂടി ഇരിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഒരു തീരുമാനം ഇല്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്ക് തീരുമാനം ഉണ്ട്. ഞങ്ങൾക്ക് തീരുമാനം. എനിക്ക് മഴയത്ത് ആകുമ്പോഴും വരണമെന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സ്ഥലം പോണോന്നൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വരുന്നത് തന്നെയാണല്ലോ ഇവിടുത്തെ ഭംഗി. പിന്നെ ഇവിടെ ട്രെക്കിങ്ങിന് പോയാൽ കൊള്ളാന്നുണ്ട്. അത് നമുക്ക് പിന്നെ ട്രെക്കിങ് പിന്നെ ഇത് കൊറേ പിന്നെ പറയുന്നു. അല്ല, ഇനി വരുമല്ലോ. ഇനി വരും. അതെ, അതിനൊക്കെ അതിന്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ. അതെ. ബഗരു ഇത് പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ. ഇത് ബഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബോർഡ് അവിടെ ഇച്ചിരി നേരത്തെ മുന്നിലായിരുന്നുള്ളേ ഉള്ളൂ. കണ്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കൊണ്ട് എല്ലാം പഴയ കടകളാ. ഇതിലെ അതുപോലെ KSRTC വളരെ കുറവാണ്. എല്ലാം പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലും നമ്മൾ കണ്ടേ. ഓട്ടോ സ്റ്റാൻഡ്. വൈകിട്ടേ ഇന്ന് വെജല്ലേ? വെജാ. അതിന്റെ കൂടെ ശകലം മട്ടൻ കറി ഇരിപ്പുണ്ട്. കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. അതിനുള്ള എല്ലാവർക്കും ഉള്ള ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് വെജ് ആവശ്യമുള്ളവർ വെജ് കഴിച്ചോ. ഞങ്ങള് നോൺ വെജ് കഴിക്കുന്നവര് ഞങ്ങള് നോൺ വെജ് കഴിച്ചോളാം, കുഴപ്പമില്ലല്ലോ. ഇവിടെ കമുകയെ മൊത്തം കൊടിയാ, കുരുമുളക് കൊടി. കാപ്പിയുണ്ട് താഴെ. ഇടവിള കൃഷിയാണ്.
ഇതൊരു ട്രെയിൻ സ്കൂളാണല്ലോ. ട്രെയിനിന്റെ പെയിന്റിങ് വരച്ച് വെച്ചേക്കുന്നത്. ഓരോ ക്ലാസ് റൂമും ഓരോ ബോഗിയാ. നമ്മളത് ആകുമ്പയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നല്ല മഴയായി. നമ്മളിപ്പോ വനത്തിക്കൂടെയാ പോകുന്നത്. ഇത് ആഗുംബെ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായി വന്നു. സൗത്ത് ഇന്ത്യയുടെ ചിറാപൂഞ്ചി എന്നാണ് ആഗുംബെ അറിയപ്പെടുന്നത്. അത് തന്നെയല്ല സ്നേക്ക് ക്യാപിറ്റൽ, കിങ് കോബ്ര ക്യാപിറ്റൽ എന്നും ആഗുംബെ അറിയപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ രാജവെമ്പാലകളുണ്ട്. കൊല്ലൂര് 95, ഉടുപ്പി 55, തീർത്ഥഹള്ളി 32 കിലോമീറ്റർ. അപ്പൊ ഇതൊക്കെ ഉടുപ്പിന്ന് വരുന്ന വഴിയാ ഈ വഴി. അപ്പൊ നമ്മൾ ഈ വഴി വന്നോണ്ട്, ശൃംഗേരിന്ന് വന്നോണ്ട് ഈ വഴിക്ക് ഘാട്ടൊന്നുമില്ല, നിരപ്പ് വഴി തന്നെയാ. ചെറിയ കയറ്റവും കുറച്ച് ചെറിയ വളവും. ഇപ്പോൾ നമ്മൾ ആഗുംബെ എത്തി. ഈ വീടുകളെല്ലാം ഒത്തിരി പഴയ വീടുകളാണ്. ഇത് ഉടുപ്പിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയായത്. ഈ വഴിക്ക് നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പം ചെറിയ ഘാട്ടൊക്കെ ഉണ്ട്, ചുരമുണ്ട്. ചുരം ഇറങ്ങി വേണം പോവാൻ ഉടുപ്പിയിലേക്ക്. കറക്റ്റ് സമയമല്ലോ. കടുങ്കാപ്പി തിളച്ച് പകർന്നോണ്ടിരിക്കുവായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. മധുരട്ടോ ലൈറ്റ് ഷുഗർ കേട്ടാ അതാ ഓർക്കണ്ടായിരുന്നു. ഇല്ല, ലൈറ്റ് ആയിട്ടിട്ടുള്ളൂ. കുടിച്ചു നോക്കിക്കേ. അതെ, രാവിലെ നിങ്ങക്ക് ഉണ്ടാക്കിയ ദോശ ഇരിപ്പുണ്ട്. എല്ലാം തീർന്നിട്ടാ പോകുള്ളൂ. എവിടെ പോ, എങ്ങോട്ട് പോ? ഇവിടുന്ന് ചലിക്കുള്ളൂ. ആ, എന്നാ പിന്നെ കുഴപ്പമില്ല. 9 ഹെയർ പിൻ പെന്നുണ്ട്. അതിപ്പോ നാളെ അല്ലേ? നാളെ അത് അടിപൊളി സീനായിരിക്കും. ആ, അതിന്റെ ഏറ്റവും ടോപ്പ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഉടുപ്പി ടൗൺ കാണാൻ. ആ, നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മള് ആകുമ്പയിൽ സ്റ്റേ ചെയ്യാം. ഇപ്പൊ വണ്ടി ഇങ്ങോട്ടൊരു ഗ്രൗണ്ടിലോട്ട് ഇറക്കിയിടാം. ഇവിടെ രാത്രിയിൽ വണ്ടിയെന്നൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിക്കണം. ഇവിടെ രാജവെമ്പാലുകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ആകുമ്പൈ. പിന്നെ ഒരുപാട് നല്ല മഴ പെയ്യുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് വണ്ടിക്കകത്ത് കുക്ക് ചെയ്താൽ മതി. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. നല്ല കോടമഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. ഇനിയിപ്പം പണിയൊന്നുമില്ല. ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു. എന്താ സാമ്പാർ വെക്കണം, മെഴുക്കുവരട്ടി വെക്കണം. അതിനെന്നാ സമയം വേണോ ഇതിന്? അല്ല, പണി അത് പണിയല്ലേ. അത് പണിയാ. അപ്പൊ എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ. ഞാൻ പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങാൻ പോവാ. നല്ല കാലാവസ്ഥ. ഉറക്കം. നല്ല കുക്കിങ് തുടങ്ങിയേക്കാം. പച്ചക്കറി ഈ വണ്ടിയല്ല, ഇന്നും ബീൻസാ. ആണോ? അത് മെഴുക്കുവരട്ടി ബീൻസ് ഉണ്ട്. അപ്പോഴേ ഇന്ന് കുക്കിങ്ങിന് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അതെ, ചെറിയ കുക്കിംഗ് ഉള്ള സൂര്യാകത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാ സാമ്പാറും മെഴുക്കുവരട്ടി. പിന്നെ ഇവിടെ വരുമ്പോഴേ ഈ ആകുമ്പെന്ന് കേൾക്കുമ്പോഴേ പണ്ട് നമ്മൾ വന്ന കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പം ആരൊക്കെയായിരുന്നു? ഞാൻ, നമ്മൾ 3 പേരും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 പേരേ ഉള്ളൂ. സുരേഷ് ഉണ്ടായിരുന്നു. ഇല്ലെന്നേ, ആ, പിന്നെ ഉണ്ണിയുടെ ഒരു അമ്മാവൻ. ആ, ഭയങ്കര പ്രശസ്തനാ. ആ, അതെ, പ്രശസ്തനാ. എടാ അമ്മാവെന്ന് വിളിക്കാറില്ല. അപ്പം ഞങ്ങൾ 5 പേരുടെ ആകുമ്പയ്ക്ക് നമ്മുടെ ഇന്നോവയും കൊണ്ട് വന്നു. ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 2010 കഴിഞ്ഞുള്ള സമയം. 11 12 3 മാസത്തിൽ കൂടുതലായിട്ടില്ല. എന്നാ 2011 ഏപ്രിലാണ്. ഞാൻ ഓർക്കാൻ കാരണം മൈലേജ് കിട്ടുന്ന നിങ്ങൾക്ക് പിന്നെ ഏത് വണ്ടി കിട്ടിയാലും ആദ്യം നോക്കുന്ന മൈലേജ് തന്നെ കിട്ടും. അന്ന് അതിന് മൈലേജ് എത്ര കിട്ടുമെന്ന്, ഹൈവേയിൽ എത്രയാണെന്ന് നോക്കി. അപ്പം 2011 ഞങ്ങളൊന്ന് വന്നാ. പക്ഷെ അന്ന് ഇവിടെ നല്ല ഈ മഴയും മഞ്ഞും ഒന്നും ഇല്ലായിരുന്നു. വേനൽ സമയത്താണ് വന്നത്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴേ തിരിച്ചു വന്നിട്ട് അങ്ങ് പോയി. ഇതുപോലെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് നമ്മൾ ആകുമ്പയ്ക്ക് വരുന്നത്. അന്ന് നമ്മൾ ഇന്നോവ എടുത്തിട്ട് ലോങ് പോകാൻ വേണ്ടി അങ്ങനെ വന്നാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒത്തിരി മഴയൊക്കെ പെയ്യുന്നൊരു സ്ഥലമാണിത്. പക്ഷെ അന്ന് വന്നപ്പോൾ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അന്നേരം ഇതുപോലെ രാജവെമ്പാല ഏറ്റവും കൂടുതൽ. അത് ഞാൻ പറഞ്ഞത്. അത് സൂര്യയോട് ഞാൻ പറയുകയും ചെയ്തു. വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. വിളിക്കുമ്പോഴത്തേന് നമ്മളെ വിളിക്കുന്നല്ല. അപ്പം അന്ന് അങ്ങനെ വന്ന് ഞാൻ ആകുമ്പോന്ന് കേൾക്കുമ്പോഴേ ഓർക്കും. നമ്മളന്ന് വന്നാൽ എനിക്കൊന്ന് പടുബിദ്രിന്ന് കയറി വന്നു. അവിടുന്ന് കയറി വന്നായിട്ട് എൻ്റെ ഒരു ഓർമ്മ നല്ലപോലെ ഓർക്കുന്നില്ല. ഒത്തിരി വർഷമായില്ല. 2011 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മളിവിടെ വരുന്നത്. ഞങ്ങളുടെ പരിപാടി തുടങ്ങി. ആയിക്കോട്ടെ. സാമ്പാറിനുള്ളത് ഇത്രയും കഷ്ണങ്ങളെ പച്ചക്കറികളെ ഉള്ളു. ഇത് വെച്ചൊരു സാമ്പാർ. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച കുടക് സാമ്പാർ. അതിന് ഇത്രയും മതിയോ? ഇത്ര സാധനം മതിയോ? ഇത്ര ഉള്ളത് മതി. അത് കൊള്ളാലോ. ഞാൻ ചോദിച്ചു എന്തൊക്കെ വേണമെന്ന്. മെയിൻ ആയിട്ട് പറഞ്ഞ വെണ്ടക്ക, തക്കാളി, ക്യാരറ്റ്, കിഴങ്ങ്. അപ്പൊ അത്രയും മതി എന്ന് ഞാനും വിചാരിച്ചു. ബീൻസ് എന്റെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു. നല്ല അടിപൊളി മഴ. എല്ലാം പെട്ടെന്നായിരുന്നു. തുള്ളിക്കൊരു കൂടം പേമാരിയ.
പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചു. പച്ചമുളകും നമ്മളിപ്പോൾ മുമ്പ് എടുത്തു വെച്ച ക്യാരറ്റ്, കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി, പിന്നെ എന്തായിരുന്നു, സവോള, സവോളയും ബീൻസ്, പിന്നെ ദേ പരിപ്പ്, ശകലം പരിപ്പ് ഇട്ടിട്ടുണ്ട്. പരിപ്പ് പേരിനെ ഇടാവുള്ളൂ കേട്ടോ. നോക്കൂ നോക്കൂ, അതിന്റെ പോലും ആവശ്യമില്ല പറഞ്ഞാല്. അവിടെ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കും. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് സൂര്യയുടെ സാമ്പാർ. ഇതെന്റെ സാമ്പാറല്ലേ? അല്ല, അത് റെഡി ആയി കഴിഞ്ഞ് പറയാം അവിടുത്തെ സാമ്പാറാണോ ഇതാണോ എന്ന്. ഉപ്പും കൂടി ഇട്ടു. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. രണ്ടുപേരും ഇവിടെ അരിയാൻ വേണ്ടി മത്സരമാണ്. പൊന്ന് തന്നെ അരിഞ്ഞോളാന്ന് പറഞ്ഞാ, അന്നേരം മുത്തിനും അരിയണം. ഞങ്ങള് കോംപ്രമൈസ് ചെയ്തു. ആ, പൊന്നു ബീൻസ് ആയിരുന്നു, ഞാൻ സവോള ആയിരുന്നു. ആ, കുറച്ചേറെ വിസിൽ വരണം. അങ്ങനെ അവരെന്നോട് പറഞ്ഞ 5-6 വിസിൽ വേണമെന്നാ. ആണോ? പരിപ്പ് വേകാൻ വേണ്ടിട്ടാണോ? എന്താന്നറിയില്ല, 5-6 വിസിൽ വെക്കൂന്ന് പറഞ്ഞു. സാധാരണ ഞാൻ 3 വിസിലാ. ഒരെണ്ണല്ലേ ഉള്ളു ഇപ്പൊ. ഇനി കുറച്ചും കൂടെ വരട്ടെ. അല്ല, ഒരു വിസിലല്ലേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടെ വരട്ടെ. അല്ലെന്നേ, അതിന് മുകളിൽ ഒരു വിസിലല്ലേ വെച്ചു. ആ വിസിലല്ല, സൗണ്ട്. ഇതുവരെ അരിഞ്ഞു കഴിഞ്ഞില്ലേ? തീർന്നു. ആണോ? ആ തീർന്നു. ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഇനി 2 ഉള്ളു. ഇതിന്റെ കുക്കേ ഞാനല്ല. ആരാ മൊത്തം പറഞ്ഞേ? ആരായിരുന്നു? കൊച്ചാ മെഴുകട്ട് വെക്കാൻ പോണേ. അതെന്താ? എന്നോടെല്ലാം അരിഞ്ഞു കൊടുത്താ മതി, ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. നമുക്ക് മെഴുക്കുവരട്ടി വെച്ചേക്കാം. അതെന്നാ ഇന്ന് മെഴുക്കുവരട്ടി വെക്കാൻ? എന്റെ വക ആണോ? അതെന്താന്നാ ചോദിച്ചത്? എന്തുകൊണ്ടാണ്? എന്നും ഇറച്ചി മീനും ഒക്കെ അല്ലേ വെക്കുന്നേ? ഒരു അങ്ങനെയല്ല, എന്തുകൊണ്ട് ഇന്ന് ഏട്ടൻ വെക്കുന്നു? അത് തന്നെയാ പറഞ്ഞത്. അതാ പറഞ്ഞു വന്നേ, എന്നും ഇറച്ചി മീനും അല്ലേ വെക്കുന്നേ, പച്ചക്കറിയും കൂടെ ഒന്ന് വെക്കണ്ടേ? അങ്ങനെ പച്ചക്കറി വെക്കാൻ അറിയാന്ന് പ്രൂവ് ചെയ്യാൻ. അതെ, പ്രൂവ് ചെയ്യാനാണല്ലോ. അതെ, നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. തീ കത്തിച്ചോ? കത്തിച്ചു. അത് ഓഫ് ചെയ്യേ. ഓഫായി. എണ്ണയൊക്കെ ചൂടാ, നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാം. അതെ, മുളക് പൊടി ഇടാന്നാ ഓർത്തെ. മുളക് പൊടി വേണ്ട, ക്രഷ്ഡ് ചില്ലി ഇടാം. അല്ല, മുളക് പൊടി ഇട്ടാണോ അതിന് മെഴുക്കുവരട്ടി? ചില മുളക് പൊടി ഇരുന്നോട്ടെ, എരിവിന് നല്ല. ആണോ? പിന്നെ ഇതൊക്കെ കുക്ക് ഉണ്ടാക്കി തരും, ചോദ്യമില്ല. അപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ആരാ ബീൻസ് അരിഞ്ഞത്? ബീൻസ് അരിഞ്ഞ മുത്തും പൊന്നു. അതെ, 2 അരിയാതെ കിടപ്പുണ്ട്. അത് കൊള്ളാലോ. അതെങ്ങനെ 2 അരിയാതെ വന്നത്? അത് ചേച്ചിയായിരിക്കും, ഞാനായിരിക്കല്ല. അല്ല, ഉപ്പ് എന്തേലും ഇടണമെന്ന് ചോദിക്കായിരുന്നു. ഇട്ടാ കൂടണ്ടല്ലോ. ആരോട്? അത് കുക്കിന് അറിയത്തില്ലേ അല്ലേ? ആഹാ, അതിനാന്നോ? ഇപ്പൊ കറി വെക്കുമ്പം ഇറച്ചിയോ ചിക്കനോ മട്ടനോ ഒക്കെ വെക്കുമ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇടാനുള്ള അവസരമുണ്ട്. ഇതിനകത്ത് ആ ഒരു അവസരം ഇല്ല. അവസരം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്നാലും ഒന്ന് നമ്മള് മെയിൻ കുക്കിനോടൊന്ന് ചോദിച്ചിട്ടിരുന്നത് നല്ലതല്ലേ? അതെ അതെ, നമ്മളും കൂടെ കഴിക്കണ്ടല്ലേ, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയാലേ ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇളക്കി അത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കളയില്ല. അതൊന്നും കളയത്തൊന്നുമില്ല. മുളക് ശാലം കുറച്ച് പോയെന്ന് തോന്നുന്നു. ശാലം ഇട്ടാലോ? എന്നാ മുളക്? പച്ചമുളക്, ക്രഷ്ഡ് ചില്ലി. എന്താ ക്രഷ്ഡ് ചില്ലി? ഇടിച്ച മുളക് അത്ര അങ്ങ് പറഞ്ഞാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലേ. അതെന്നാന്നോ, ഉണ്ണി പാചകം ചെയ്യുമ്പോൾ ഉണ്ണി പറയുന്ന ഒരു ഡയലോഗാ, അതങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് കടമെടുത്തതാ. അപ്പോൾ എല്ലാം ഇളക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് അടച്ചു വിടാം. അത്താഴപൂജയിലാണോ? എങ്ങനെയുണ്ട്, നടുവേദനയൊക്കെ മാറിയോ? ആണോ? അതെ അതെ അതെ. അച്ഛമ്മയുടെ മോൻ ബീൻസ് മെഴുക്കുവരട്ടി വെക്കുവാ. വണ്ടിയിലെ അടുക്കളയിലെ വെക്കാൻ അറിയത്തുള്ളൂ, വീട്ടിലെ അടുക്കള വരുമ്പോ അറിയത്തില്ല, അതാ പ്രശ്നം. ഇനി നമുക്ക് സാമ്പാർ ചേർത്തേക്കാം. സാമ്പാറാണോ ചേർക്കുന്നത്? അല്ല, സാമ്പാറിന് പൊടി ചേർത്തേക്കാം. വേണ്ട, സാമ്പാർ ഇതേ കഷ്ണമെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇനി നമുക്കിതേ വറ്റൽ മുളക്, ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില.
ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ചാ ഇട്ടാ പോരാ, ആവശ്യത്തിന് ഇടണം കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് മതി എന്നാ പറഞ്ഞത്. എന്നിട്ട് നമുക്കത് സാമ്പാറിലെ അല്ല കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഉള്ളൂ, സാമ്പാർ റെഡി. ഏത് സാമ്പാറാ? കൂർഗ് സാമ്പാർ. ആ റെസിപ്പി മേടിച്ച സാമ്പാറാണോ? അതെ, പുളി ചേർത്തില്ല, കായം ചേർത്തില്ല. ഉപ്പ് ചരട് വേണം കുറവാ. ആണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചരട് ഉപ്പ് വേണം. ഉപ്പിട്ടാ ഓക്കെ ആവും തോന്നുന്നല്ലേ? ചില പുളിയും കൂടെ ഉള്ളതായിരുന്നു നല്ലത്. നല്ലത് പിന്നെ ഇതൊരു വെറൈറ്റി സാമ്പാർ. എല്ലാരും ചോറുണ്ടാൻ തുടങ്ങി. ഞാനും മുത്തും പുലിക്കുട്ടി നേരത്തെ കഴിച്ചു. ബാക്കി എല്ലാരും ഓരോരുത്തർ ചോറ്. സാമ്പാർ എങ്ങനെയുണ്ട്? ആണോ? മെഴുക്കുവരട്ടി ഇച്ചിരി കൂടുതൽ ഇട്ടോ കേട്ടോ, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഫൈബർ. ആ അതെ, ഇവരുടെ ദോശയെ രാവിലെ ഇവർക്ക് കൊടുക്കാം, ഇരിക്കട്ടെ. രാവിലെ ആവി കയറ്റി. അതെ, കഴിഞ്ഞ ദിവസം ബ്രെഡ് തന്നോലെ രാവിലെ വരാം. ആവി കേറ്റാതൊക്കെ തരാം. സൂര്യ ഒരു ശകലം ചോറ്, ഇച്ചിരി സാമ്പാറൂടെ. ആദ്യം ചോറ് എടുത്താൽ തിരിച്ചിടിച്ചാണല്ലോ മതി. സാമ്പാറിന് ടേസ്റ്റ് കൊണ്ടാണോ? സാമ്പാർ കുഴപ്പമില്ല. എന്നാ അറിയോ, ഞാൻ പുകഴ്ത്തി പറയല്ല, ഇച്ചിരി സാമ്പാർ എനിക്ക് പഴയടത്തിന്റെ സാമ്പാർ പോലെ അല്ല എങ്കിലും നല്ല സാമ്പാറാണ്. നമ്മള് വീട്ടിൽ ലഗേജ് കൂട്ടി കഴിച്ചേ. ലഗേജ് ലഗേജ് വേണം. ചേട്ടാ ഞങ്ങനെ ലഗേജ് കഴിക്കാറില്ല, അതുകൊണ്ടാ. കിഴങ്ങ് വേണ്ട. കിഴങ്ങാന്നോ? ഓ ഇതിപ്പോ പായസം പോലെ ആയല്ലോ മൊത്തം കേട്ടോ. ഞങ്ങളേ അവിടെ വെച്ച് നിങ്ങൾ പച്ചക്കറി മേടിക്കണം പറഞ്ഞില്ലേ, ശൃംഗേരി വെച്ച്. ഞങ്ങൾ അവിടെ നിന്ന് പച്ചക്കറി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സച്ചു കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് മേടിക്കാന്ന്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാട്ടിനകത്തോട്ട് കയറി. സച്ചു പറയുന്നുണ്ട്, ദൈവമേ പച്ചക്കറി ഇല്ല, ഇനി എങ്ങനെ എങ്ങോട്ടും ഇല്ലോ, നമ്മള് നോക്കാം. ഏക്കാലും കറങ്ങി തിരിഞ്ഞു വന്ന് നല്ലൊരു പച്ചക്കറി കടയുടെ മുന്നിൽ അടിപൊളി സാമ്പാറിന് പറ്റിയ എല്ലാ സാധനവും അങ്ങ് മേടിച്ചു. നമ്മുടെ സിക്കിം മേഘാലയ ട്രിപ്പിലുണ്ടല്ലോ, ഉണ്ണിയോട് ഞാൻ ചോദിച്ചാൽ ഉണ്ണി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ചു വന്ന ഞാൻ പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് സ്ഥലം കാണുന്ന അങ്ങോട്ടൊക്കെ ആദ്യം പോവുക, എന്നാലും അതിലൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നായിരുന്നു ആ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞു. അല്ല എന്നാ അറിയോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇതിനകത്ത് അങ്ങനെ വലിയ ലോങ് ഒന്നും ഞാൻ വന്നിട്ടില്ല. ഇല്ല. പക്ഷെ ഈ ഫുഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വീട്ടിൽ കഴിക്കുന്ന പോലെ അതേ രീതിയിൽ അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വയറിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഇതൊക്കെ ഒഴിവാക്കുക. എനിക്കത് ഇഷ്ടമില്ല. ഭയങ്കര സുഖമായിരുന്നു. എന്നാ അറിയോ, വളരെ സിമ്പിള്. പഴങ്കഞ്ഞി, ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ, വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ. ഫുഡാ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ പറഞ്ഞേ. നിങ്ങൾക്കത് തോന്നത്തില്ല, പക്ഷെ ഞാൻ വെളിയിൽ നിന്ന് വന്ന ഒരാളാവുമ്പോഴത്തേക്കും ഞങ്ങക്ക് തോന്നുന്നുണ്ട് 2 ദിവസം കിടന്ന് കഴിക്കുമ്പോ ഇവര് വെളിയിൽ നിന്ന് കഴിക്കണമെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കഴിക്കാൻ പോകും. ഒരു ദിവസം 2 ദിവസം 2 നേരം അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ടേ. പിന്നെ ചോറോ കഞ്ഞിയോ വല്ലതും കിട്ടിയാൽ മതി. ഇപ്പം എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി അടുക്കള ക്ലീൻ ആക്കണം, വിരി വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.